നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യ പ്രധാന വാർത്തകൾ. പാകിസ്ഥാന് ഭാരത സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. തുനിഞ്ഞിറങ്ങിയാൽ ഓടിയൊളിക്കാൻ ഇടമുണ്ടാകില്ല. ഏതറ്റം വരെയും ആക്രമിക്കാൻ ആയുധശേഖരമുണ്ടെന്നും വ്യോമ പ്രതിരോധ മേധാവി. ഓപ്പറേഷൻ സിന്ദൂർ മദ്രസകളിൽ പഠിപ്പിക്കും. ഭീകരതയ്ക്കെതിരെ സൈന്യം നടത്തിയ പോരാട്ടം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് ഉത്തരാഖണ്ഡ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആവശ്യകതയും വിശദാംശങ്ങളും കുട്ടികൾ പഠിക്കണമെന്ന് ബോർഡ് ചെയർമാൻ മുഫ്തി ഷാമൂൺ ക്വാസ്മി. യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ. പാകിസ്ഥാൻ എംബസിയിലേക്ക് കേക്ക് കൊണ്ടുപോയയാളുമായി സൗഹൃദം പങ്കിടുന്ന ചിത്രങ്ങൾ പുറത്ത്. ചിത്രങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ളത്. കൊച്ചി സന്ദർശനങ്ങളിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളും പകർത്തി. സെലബി പടിക്ക് പുറത്തു തന്നെ. ടർക്കിഷ് കമ്പനിയുടെ സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കിയത് തുടരും. ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഇടക്കാല വിധിയില്ല. പ്രധാനം സുരക്ഷയെന്നും കോടതി. ജഡ്ജിമാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മുൻകൂർ അനുമതി വേണോ? പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചെന്ന് ഉപരാഷ്ട്രപതി. ജഡ്ജിയുടെ വസതിയിൽ കള്ളപ്പണം കണ്ടെത്തിയതിൽ എഫ്ഐആർ വൈകുന്നതെന്തുകൊണ്ട്? ആ പണം ജുഡീഷ്യറിയെ മലിനമാക്കിയോ എന്ന് അന്വേഷിക്കണമെന്നും ജഗ്ദീപ് ധൻകർ. വിശദമായ വാർത്തയിലേക്ക്. ഭാരതം തുനിഞ്ഞിറങ്ങിയാൽ പാകിസ്ഥാനെ ഓടിയൊളിക്കാൻ ഇടമുണ്ടാകില്ലെന്നും ഒരു മുക്കും മൂലയും ഭാരതത്തിന്റെ ആക്രമണ പരിധിയിലെന്നും കരസേനയുടെ വ്യോമ പ്രതിരോധ മേധാവി സുമേർ ഐവൻ ഡെകുൻഹ. അതിർത്തി മുതൽ ഏതറ്റം വരെയും ആക്രമണം അഴിച്ചുവിടാൻ ഭാരതത്തിന് ശേഷിയുണ്ട്. അതിനുള്ള ആയുധശേഖരം ഭാരതത്തിന്റെ പക്കലുണ്ടെന്നും ആർമി എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ സുമേർ ഐവൻ ഡെകുൻഹ വ്യക്തമാക്കി. പാകിസ്ഥാൻ എങ്ങനെ ഭാരതത്തെ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും ഭാരതത്തിന്റെ സൈനിക ശക്തികൾ എങ്ങനെ പാക് നീക്കങ്ങളെ പ്രതിരോധിച്ചെന്നും വ്യക്തമാക്കുകയാണ് ആർമി എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ സുമേർ ഐവൻ ഡെകുൻഹ. പാകിസ്ഥാൻ, തുർക്കി അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ ഡ്രോണുകൾ വാങ്ങി. വീര്യം കുറഞ്ഞ് താഴ്ന്നു പറക്കാൻ ശേഷിയുള്ള നിരവധി ഡ്രോണുകൾ ഭാരതത്തിനെതിരെ ഉപയോഗിച്ചു. ചെറിയ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നാലെ ഉഗ്രസ്ഫോടന ശേഷിയുള്ള വലിയ ഡ്രോണുകൾ ഉപയോഗിച്ച് റഡാറുകളെ ആക്രമിക്കുകയായിരുന്നു പാക് പദ്ധതി. ആമസോണിൽ 40,000 രൂപയ്ക്ക് ലഭിക്കുന്ന ഡ്രോണുകൾ പോലും പാകിസ്ഥാൻ പ്രയോഗിച്ചെന്ന് ആർമി എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ വ്യക്തമാക്കുന്നു. So there would be large number of drones which fly a little low because they're trying to saturate your radars or saturate the gunner at the end. So I would say that these drones fly low and they are within the gun range and they were effectively brought down. The moment the next layer comes up, it's taken a little higher. So you could go up to 2 kilometers. Wherever it came into the gun range, we tried to impact it. The jammers and the EW systems also tried to impact it by jamming and by cyber spoofing or a cyber takeover. There were attempts by us. We have the capability. So we used all these different systems to ensure. So when you talk, so the first layer I told you was these low level, then these low level which could be even Amazon for 40,000 rupees a drone or whatever, but they were hardened to some extent. പാക് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ കരസേനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അനായാസേന കഴിഞ്ഞു. Actually we anticipated this, and you won't believe that about maybe on the 26th, 27th and 28th we did a simulation exercise at the behest of our army chief in the border areas, where we simulated drone attacks on the weapon system, and how do you react, and how do you not switch on your radar till as late as possible, and how does this information go laterally to people. ഭാരതം തുനിഞ്ഞിറങ്ങിയാൽ പാകിസ്ഥാൻ ഓടിയൊളിക്കാൻ ഇടമുണ്ടാകില്ലെന്നും ഓരോ മുക്കുമൂലയും ഭാരതത്തിന്റെ ആക്രമണ പരിധിയിലാണെന്നും എയർ ഡിഫൻസ് ഡയറക്ടർ സൂചിപ്പിച്ചു. I just like to say that India has an adequate arsenal of weapons to take on Pakistan right across its depth. So from its broadest to its narrowest, wherever it is, the whole of Pakistan is within range of. So we are absolutely capable from our borders or even in depth, where we can take on the entire Pakistan, and the GHQ can move from Rawalpindi to KPK or wherever they want to move, but they are all within range. So they'll have to really find a deep hole.
ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനം മികച്ചതാണെന്നും ആകാശ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ പാകിസ്ഥാന് സാധിക്കില്ലെന്നും ആർമി എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ സുമേർ ഐവൻ ഡെഹുൻഹ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി. ജനം, ഡൽഹി. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ 11 പേരെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 3 ദിവസത്തിനിടെ അറസ്റ്റ് ചെയ്തത്. അതിനിടെ യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ എംബസിയിലേക്ക് കേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയുമായി ജ്യോതി മൽഹോത്ര സൗഹൃദം പങ്കിടുന്ന ചിത്രങ്ങളാണ് പുറത്തുവന്നത്. പാകിസ്ഥാന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് പിടിയിലായവരിൽ പ്രധാനി ഹരിയാന ആസ്ഥാനമായുള്ള യൂട്യൂബർ ജ്യോതി മൽഹോത്രയാണ്. അറസ്റ്റിലായ മറ്റു പ്രതികളിൽ വിദ്യാർത്ഥികളും സുരക്ഷാ ഗാർഡും ആപ്പ് ഡെവലപ്പറും അടക്കമുള്ളവർ ഉൾപ്പെടുന്നു. സോഷ്യൽ മീഡിയ, സാമ്പത്തിക വാഗ്ദാനങ്ങൾ, മെസ്സേജിംഗ് ആപ്പുകൾ, പാകിസ്ഥാനിലേക്കുള്ള വ്യക്തിപരമായ സന്ദർശനങ്ങൾ എന്നിവയിലൂടെയാണ് പ്രതികളെ ചാരശൃംഖലയിലേക്ക് ആകർഷിച്ചത്. ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരാണ് അറസ്റ്റിലായവർ. സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നവരെയും 20 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള യുവാക്കളെയും ഈ ശൃംഖലയിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനിടെ ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാനുമായി കൂടുതൽ ബന്ധങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ എംബസിയിലേക്ക് കേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയുമായി ജ്യോതി മൽഹോത്ര സൗഹൃദം പങ്കിടുന്ന ചിത്രങ്ങളാണ് പുറത്തായത്. ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ എടുത്തതാണ് ഈ ചിത്രം. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് കശ്മീരും പാകിസ്ഥാനും സന്ദർശിച്ചിരുന്നതായി പോലീസ് വ്യക്തമാക്കി. ഈ 2 സന്ദർശനങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് ഹിസാർ പോലീസ് സൂപ്രണ്ട് ശശാങ്ക് കുമാർ പറഞ്ഞു. ജ്യോതി മൽഹോത്രയ്ക്കൊപ്പം പാകിസ്ഥാൻ ഏജന്റുമാരായി പണത്തിന് പകരമായി വിവരങ്ങൾ പങ്കുവച്ചതിന് 32 വയസ്സുള്ള വിധവയായ ഗസാലയെയും പഞ്ചാബിലെ മലേർകോട്ട്ലയിൽ നിന്നുള്ള യമീൻ മുഹമ്മദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജനം, ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂർ മദ്രസകളിൽ പഠിപ്പിക്കും. ഭീകരതയ്ക്കെതിരെ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ മദ്രസകളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് ഉത്തരാഖണ്ഡ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആവശ്യകതയും വിശദാംശങ്ങളും കുട്ടികളെ പഠിപ്പിക്കും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ബോർഡ് ചെയർമാൻ മുഫ്തി ഷാമോൻ ക്വാസ്മിയാണ് ഇക്കാര്യം അറിയിച്ചത്. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചിരികാട്. ജിഷ്ണു, ഭീകരതയ്ക്കെതിരായ ഭാരതത്തിന്റെ ഐതിഹാസികമായ പോരാട്ടം ഇനി പാഠ്യപദ്ധതിയിലും മറ്റു വിവരങ്ങൾ. ചൂണ്ടിക്കാട്ടിയതുപോലെ ഭീകരതയ്ക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടം മദ്രസ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ മദ്രസകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് അറിയിച്ചിട്ടുള്ളത്. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ആവശ്യകത, കൂടാതെ ശത്രുക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൈന്യം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങളും മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കും. ഇത് അനിവാര്യമാണ് എന്നും ഭീകരതയ്ക്കെതിരെ രാജ്യം ഒരുമിച്ച് നിൽക്കണമെന്ന ആവശ്യം വിദ്യാർത്ഥികളിൽ എത്തിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നാണ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ബോർഡ് ചെയർമാൻ മുഫ്തി ഷാമോൻ കാസ്മിയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഒപ്പം പ്രതിരോധ മന്ത്രിയിലൂടെ പ്രധാനമന്ത്രിക്ക് രാജ്യം മുഴുവൻ പ്രധാനമന്ത്രിക്ക് ബദലാകുന്നു എന്ന സന്ദേശം അറിയിക്കാൻ കൂടി കൂടിക്കാഴ്ചയിലൂടെ സാധിച്ചു എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സൈനികരുടെ വീര്യവും ഒപ്പം ദേശീയ സുരക്ഷയുടെ പ്രാധാന്യം എത്തിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനം ഓപ്പറേഷൻ സിന്ധു. ജിഷ്ണു, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ ബോർഡ് ചെയർമാൻ മുഫ്തി ഷാമോൻ ക്വാസ്മി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രതിരോധ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള ഒരു തീരുമാനം, അതായത് ഈ പാഠ്യപദ്ധതി ഇക്കാര്യങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടതാണ്. അത് മദ്രസ വിദ്യാഭ്യാസമായാലും ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമായി കഴിഞ്ഞാലും നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട സൈനികരുടെ ധീരത പഠിക്കേണ്ടതാണ് എന്നുള്ള ഈ ബോർഡ് ചെയർമാൻ്റെ ഈ വാക്കുകൾ എത്രത്തോളം നമ്മുടെ പൊതുസമൂഹം ഈ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു ധീരതയെ സ്വാഗതം ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്നതാണല്ലേ? തീർച്ചയായും ഭീകരതയ്ക്കെതിരെ മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഭാരതമെന്ന രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന സന്ദേശത്തിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ മദ്രസ വിദ്യാഭ്യാസ തീരുമാനങ്ങൾ നമുക്ക് നോക്കിക്കാണേണ്ടത്. നേരത്തെയും ഇത്തരത്തിൽ നിർണായകമായ ശക്തിയുള്ള തീരുമാനങ്ങൾ മദ്രസയിൽ ഉത്തരാഖണ്ഡിലെ മദ്രസ ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം സർക്കാരിന്റെ അംഗീകാരമില്ലാതെ ഒരു മദ്രസയും പ്രവർത്തിക്കേണ്ടതില്ലായെന്നും ഒപ്പം ദേശീയതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കണ്ടന്റുകൾ, ആശയങ്ങൾ പഠിപ്പിക്കുന്ന കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള തീരുമാനം
ഉത്തരാഖണ്ഡ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് കൈക്കൊണ്ടിരുന്നു. അത് വിദ്യാഭ്യാസ ബോർഡും ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ഭാരതത്തിന്റെ സൈന്യം ഭീകരശക്തികളുടെ നടുപൊടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പാഠ്യപദ്ധതി ഉൾപ്പെടുത്താനും സൈന്യത്തിന്റെ വീര്യവും ദേശീയ സുരക്ഷയുടെ പ്രാധാന്യവും കുട്ടികളെ എത്തിക്കാനുമുള്ള ശ്രമം നടത്തിയിരുന്നത്. ഉടൻ തന്നെ ഓപ്പറേഷൻ സിന്ദൂറും അതിന്റെ നടപടികളും പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കും. അതിന്റെ തയ്യാറെടുപ്പുകൾ ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളത് കൂടിയാണ് ഈ ബോർഡിന്റെ ചെയർമാൻ മുഫ്തി ഷാമുൻ കാസ്മി അറിയിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തി അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്രയുടെ കൊച്ചി സന്ദർശനങ്ങളിലും ദുരൂഹത. ഷിപ്പ്യാർഡ് ഉൾപ്പെടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച്. ജ്യോതി മൽഹോത്ര പകർത്തിയ ദൃശ്യങ്ങളിൽ കൊച്ചിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഷോപ്പിംഗ് മാളുകളും മെട്രോ സ്റ്റേഷനുകളുമുണ്ട്. തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തി 3 മാസം മുമ്പാണ് കേരളത്തിലെത്തിയത്. കണ്ണൂരിൽ നിന്ന് യാത്ര തുടങ്ങി കോഴിക്കോട്, തൃശൂർ, ആലപ്പുഴ, കൊച്ചി, ഇടുക്കി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലുമെത്തി. കൊച്ചി സന്ദർശനത്തിലാണ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെ പാകിസ്ഥാനെ പുകഴ്ത്തുകയുമാണ് ചെയ്തിരുന്നത്. പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധവും വിവരങ്ങൾ ചോർത്തിയതായും കണ്ടെത്തിയാണ് ഹരിയാന സ്വദേശി ജ്യോതിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷ് മുഖേന പാക് ചാരസംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകുകയായിരുന്നു. ചാരവൃത്തിക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ് ഇഖ്സാനു റഹീം എന്ന ഡാനിഷ്. ടെലഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയായിരുന്നു പാക് ചാരസംഘടനകളുമായി ആശയവിനിമയം നടത്തിയിരുന്നത്. ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള ട്രാവൽ വ്ളോഗറാണ് ജ്യോതി മൽഹോത്ര. ജനം, കൊച്ചി. പാകിസ്ഥാൻ കൊടും ദാരിദ്ര്യത്തിലേക്കെന്ന് UN റിപ്പോർട്ട്. രാജ്യത്തെ 11 ദശലക്ഷം പേർ പട്ടിണിയിലേക്കെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ബലൂചിസ്ഥാൻ, സിന്ധ്, ഖൈബർ പഖ്തൂൺഖ്വ എന്നിവിടങ്ങളിലെ ഗ്രാമീണ മേഖലയിലെ സ്ഥിതി അതീവ ഗുരുതരമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജനസംഖ്യയുടെ 22% കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്നും വെളിപ്പെടുത്തുന്നു. കാലാവസ്ഥാ വ്യതിയാനം, വിട്ടുമാറാത്ത ദാരിദ്ര്യം, സർക്കാർ അവഗണന എന്നിവയാണ് പ്രതിസന്ധിക്ക് കാരണം. ചില ജില്ലകളിൽ പോഷകാഹാരക്കുറവ് ഭയാനകമായ നിലയിൽ എത്തിയിരിക്കുന്നു. അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ തുടർച്ചയായ കാലാവസ്ഥാ ആഘാതങ്ങളും വർദ്ധിച്ചുവരുന്ന ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും ചേർന്ന് 2025 പാകിസ്ഥാന്റെ പോഷകാഹാരക്കുറവ് പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്നും FAO മുന്നറിയിപ്പ് നൽകുന്നു. പാകിസ്ഥാൻ കരസേന മേധാവി അസീം മുനീറിനെ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം പാകിസ്ഥാൻ ക്യാബിനറ്റ് അംഗീകരിച്ചു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയാണ് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകുന്നത്. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ കരസേനാ മേധാവി അസീം മുനീറിന് ഇപ്പോൾ ഇതാ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ഒരിക്കൽ കൂടി സമ്മതിക്കുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒപ്പം ചില ചോദ്യങ്ങളും ഉയർത്തുകയാണല്ലേ? തീർച്ചയായും സുരേഷ്, ഈ അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി നിരവധി വിവാദപരമായ പരാമർശങ്ങൾ നടത്തുകയും അത്തരത്തിൽ അത് വാർത്തകളിൽ ഇടം പിടിക്കുകയും ഭാരതത്തിനെതിരായ നിലപാടുകളെക്കുറിച്ച് വളരെ ഭീകരമായ രീതിയിൽ പരാമർശിക്കുകയുമൊക്കെ ചെയ്തതിന് പിന്നാലെയാണ് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായത്. പഹൽഗാം ആക്രമണം ഉണ്ടായതിന് ശേഷം ഇപ്പോൾ അല്പസമയം മുമ്പാണ് പാകിസ്ഥാനിലെ ക്യാബിനറ്റ് ഈ അസീം മുനീറിനെ ഫീൽഡ് മാർഷലായി പ്രൊമോഷൻ നൽകുന്നത് സംബന്ധിച്ച ഒരു തീരുമാനമെടുത്തത്. 1965 ഫീൽഡ് മാർഷലായി ഇതിനു മുൻപ് പാകിസ്ഥാനിൽ ഒരു നിയമനം നടന്നിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമതും ഫീൽഡ് മാർഷലായി നിയമിച്ചിരിക്കുകയാണ്. ഈ ഫീൽഡ് മാർഷലായി നിയമിക്കപ്പെടുന്നതിന് വേണ്ടി, ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിലൊക്കെ സാമാന്യ ക്ഷയുടെയും കേണൽ കരിയപ്പയുടെയും എല്ലാം കഥകൾ നമുക്കറിയാവുന്നതാണ്. അവരുടെ ധീരോചിതമായ സേവനത്തിന് നൽകുന്ന പരമോന്നതമായ ഒരു ബഹുമതി, പരമോന്നതമായ ഒരു റാങ്കിംഗ് ആണ്. ആ 5 സ്റ്റാർ റാങ്കിംഗ് ആയി ഇതിനെ റാങ്കിംഗ് ആണിത്. ഈ 5 സ്റ്റാർ റാങ്കിംഗ് ലഭിക്കുന്നയാൾ റിട്ടയർ ചെയ്യാതെ, സാമാന്യ ക്ഷയോ അതുപോലെ തന്നെ ഫീൽഡ് മാർഷൽ കരിയപ്പയോ എന്നുള്ള അവരൊക്കെ തന്നെ ഫീൽഡ് മാർഷൽ പദവിയിലെത്തിയതിന് ശേഷം റിട്ടയർമെൻറ്റ് ഉണ്ടാകിയിരിക്കില്ല. ജീവിതകാലം മുഴുവൻ അവർ ആർമിയുടെ പദവിയിൽ തുടരുന്നതാണിത്. റിട്ടയർമെൻ്റ് ഇല്ലാത്ത ഒരു പോസ്റ്റാണ്. അത്തരത്തിൽ വലിയ ഉന്നതമായ പദവി, അവരുടെ മഹത്തായ സേവനം കണക്കാക്കിയാണ് ഈ പദവിയിലേക്ക് ഇവരെ നിയോഗിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത്തരത്തിൽ ധീരോദാത്തമായ സേവനം ചെയ്തവർക്ക് വേണ്ടി മാത്രമാണ്, ഭാരതത്തിൻ്റെ ധീരമായ സേവനം ചെയ്തവരെ ഫീൽഡ് മാർഷലുകളായി നിയമിച്ച ചരിത്രം ഭാരതത്തിനുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പാകിസ്ഥാനെ ആകെ ഒരൊറ്റ ഫീൽഡ് മാർഷലേ ഉണ്ടായിട്ടുള്ളൂ. രണ്ടാമത്തെ ഫീൽഡ് മാർഷലായി ഇപ്പോൾ അസീം മുനീറിനെ നിയമിച്ചിരിക്കുകയാണ്. ഈ അസീം മുനീറിനെ നിയമിച്ച ഫീൽഡ് മാർഷലായി നിയമിച്ചതിൻ്റെ പിന്നിലെ
ലക്ഷ്യം തന്നെ പഹൽഗാം ആക്രമണത്തിൻ്റെ ആ ഒരു ധീരമായ പ്രകടനം എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനം ചെയ്യുന്നതിനുള്ളൊരു നീക്കമായിരുന്നു എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ആക്രമണം അസിം മുനീർ മുന്നോട്ട് വെച്ച് തന്നെ, അല്ലെങ്കിൽ അതിനുള്ള ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞത് തന്നെ ഈ ഒരു പ്രൊമോഷൻ ലഭിക്കുന്നതിനും രണ്ടാമത്തെ പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷലാകുന്നതിനും വേണ്ടിയായിരുന്നു എന്ന ഒരു വലിയ ചോദ്യമാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ പ്രകോപനപരമായ ചില പ്രസ്താവനകൾ, അതിനുശേഷമുള്ള സൈന്യത്തിന്റെ ഇടപെടൽ, അതൊക്കെയും ഈ ഫീൽഡ് മാർഷൽ എന്നുള്ള പോസ്റ്റ് ലഭിക്കാനുള്ള ഒരു നീക്കം, ആ രീതിയിലുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്നത്, അല്ലേ? തീർച്ചയായും ഈ പ്രൊമോഷന് വേണ്ടി, ഈ സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയാണോ ഈ ഭാരതത്തിനെതിരെയുള്ള ഈ ഭീകരാക്രമണത്തിന് ഇയാൾ തുനിഞ്ഞത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നീക്കങ്ങളുണ്ടായത് എന്ന അതീവ ഗൗരവതരമായൊരു സംശയമാണ് വരുന്നത്. തീർച്ചയായും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണം നടന്ന ദിവസങ്ങൾക്കകം തന്നെ, വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ, അതായത് പഹൽഗാം ആക്രമണം, പ്രധാനമായും പഹൽഗാം ആക്രമണം നടന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പ്, സാങ്കേതികമായി ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു പ്രപ്പോസൽ ക്യാബിനറ്റ് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം ക്യാബിനറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അത് പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ പിന്നിലെ ലക്ഷ്യം ഇത്തരത്തിലൊരു ആക്രമണം നടത്തി, നേരത്തെ പരാമർശിച്ച അന്ന് വിവാദമായ പ്രസംഗങ്ങളിലെ പല ഘടകങ്ങളും പരിശോധിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ചില സൂചനകളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരം സൂചനകളുടെ കൂടി അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴാണ് ഈ പഹൽഗാം ആക്രമണം ഒരു വലിയ ധീരകൃത്യമായി പാകിസ്ഥാൻ നടത്തുന്ന ഒരു വലിയ ധീരപ്രവൃത്തിയായി വ്യാഖ്യാനിക്കുന്നതിന്. അവിടെയാണ് ഈ പഹൽഗാം ഭീകരാക്രമണം സാധാരണക്കാരായ വിനോദസഞ്ചാരികളടക്കം, അല്ലെങ്കിൽ സ്ഥലം എത്തിയ സാധാരണക്കാരായ ആൾക്കാരെയാണ് മതം ചൂണ്ടിച്ചുകൊണ്ട് തോക്കിൻ മുനിയിൽ ഇല്ലാതാക്കിയത്. അത്തരത്തിലുള്ളൊരു ഹീനമായ പ്രവൃത്തിക്ക് നേതൃത്വം നൽകി, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് പിന്നാലെ ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിന് നേതൃത്വം നൽകി, അതിന് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊരു സ്ഥാനക്കയറ്റം നൽകുമ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ തങ്ങളില്ല എന്ന് വരുത്തി തീർക്കാനുള്ള പാകിസ്ഥാൻ്റെ നീക്കത്തിന് തന്നെ തിരിച്ചടിയാവുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന്, പാകിസ്ഥാൻ അല്ല എന്ന് പലതവണ പലയിടങ്ങളിൽ പറയുന്നുണ്ട് എങ്കിൽ കൂടി അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം പാകിസ്ഥാനാണ് എന്നത് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതായത് സൈന്യം പൂർണ്ണമായും ഈ ഭീകര സ്വഭാവമുള്ള സംഘടനകളെ നിയന്ത്രിക്കുകയും അവർക്ക് സംവിധാനങ്ങൾ ഒരുക്കുകയും, എന്തിനേറെ പറയുന്നു, ഒരു മുൻ സൈനികൻ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളിയായ ഒരു ഭീകരനായി മാറിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുമ്പോൾ അത് തീർച്ചയായും പാകിസ്ഥാൻ്റെ ഇടപെടൽ സത്യമായി തന്നെ നിലനിൽക്കുകയാണ്, ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുകയാണ്. പാകിസ്ഥാൻ അത് എത്ര കണ്ട് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അതൊരു വസ്തുതയായി നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ പ്രശ്നം, അതായത് ഇപ്പോൾ ഈ അതിക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് പിന്നിൽ നേരത്തെ നടത്തിയ ഈ വംശശുദ്ധീകരണത്തിൻ്റേതുൾപ്പെടെയുള്ള രീതിയിൽ ചില വ്യാഖ്യാനങ്ങൾ വരുന്ന, അല്ലെങ്കിൽ വംശശുദ്ധി വരുത്തുന്ന ഒരു വ്യാഖ്യാനങ്ങളെല്ലാം നടത്തുന്ന ഒരു നീക്കം, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയായിരുന്നു നേരത്തെ ഈ അസിം മുനീറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് പിന്നാലെയാണ് ഈ പഹൽഗാം ആക്രമണമെല്ലാം തന്നെ ഉണ്ടാവുകയും അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തീർച്ചയായും ഇതൊരു സംവിധാനം ഒരുക്കിയത്. ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് അസിം മുനീറിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് സംവിധാനം ഒരുക്കിയതാണോ ഈ ആക്രമണം എന്ന സംശയം വരുന്നത്. അങ്ങനെയെങ്കിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ലോക രാഷ്ട്രങ്ങളുടെ മുന്നിൽ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വഴിവെക്കുമെന്നതും ഒരു വസ്തുതയാണ്. അത് തന്നെയാണ് യാഥാർത്ഥ്യം. മൈസൻ ജൂസാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗാസയിൽ ഹമാസിനെതിരായ പ്രതിഷേധം ശക്തമാകുന്നു. യുദ്ധം വേണ്ട, സമാധാനത്തിനായി ഹമാസ്, ഗാസ വിട്ടുപോവുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇക്കഴിഞ്ഞ ദിവസം ഗാസയിൽ നടന്നത്. ഹമാസിനെ അനുകൂലിച്ചിരുന്ന ജനവിഭാഗങ്ങളും ഭീകരസംഘടനയെ തള്ളിക്കളയുന്ന നിലപാട് സ്വീകരിക്കുകയാണ്. ഗാസയിൽ ശക്തമായ ആക്രമണമാണ് ഹമാസ് സ്വാധീന കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്നത്. വൻതോതിലുള്ള ആക്രമണം പ്രദേശത്തെ പശ്ചാത്തല സൗകര്യങ്ങളെ മുഴുവൻ തകർത്തിരിക്കുകയാണ്. നേരത്തെയും ഇത്തരം നടപടികളുണ്ടായ പശ്ചാത്തലത്തിൽ ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു. നാളിതുവരെ നടന്നതിൽ ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇക്കഴിഞ്ഞ ദിവസം ഗാസയിൽ ഹമാസിനെതിരെ നടന്നത്. യുദ്ധം വേണ്ട, ഹമാസ് ഗാസ വിട്ടുപോകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. നേരത്തെ ഒരു തവണ നടന്ന പ്രതിഷേധത്തെ ആയുധങ്ങളുമായി എത്തിയ ഹമാസ് ഭീകരർ ബലപ്രയോഗത്തിലൂടെ തടഞ്ഞിരുന്നു. പിന്നീടുണ്ടായ പ്രതിഷേധങ്ങൾക്കെതിരെ ബലം പ്രയോഗിക്കാൻ ഹമാസ് തയ്യാറായതുമില്ല. ഇക്കഴിഞ്ഞ ദിവസം നടന്ന അതിശക്തമായ പ്രതിഷേധത്തിൽ ഹമാസിനെ അനുകൂലിച്ചിരുന്ന ജനങ്ങൾ പോലും അണിനിരന്നു എന്നതും ശ്രദ്ധേയമാണ്. ഹമാസിനെ ഗാസയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ഇതുവരെ ഇസ്രയേലാണ് മുന്നോട്ട് വച്ചിരുന്നതെങ്കിൽ ഇന്ന് അവിടുത്തെ ജനതയും ഇക്കാര്യം ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങുന്ന സാഹചര്യമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.
റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്കും ഇരു രാജ്യങ്ങളും കടക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള 2 മണിക്കൂർ നീണ്ടുനിന്ന ടെലിഫോൺ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ട്രംപ് സംസാരിച്ചു. ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചകൾ 2 മണിക്കൂറോളം നീണ്ടു. ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലേക്ക് നീങ്ങാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 30 ദിവസത്തെ വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ ശാശ്വത സമാധാനത്തിനുള്ള ചർച്ചകളിലേക്കും നീങ്ങണമെന്നും ട്രംപ് നിർദ്ദേശിക്കുന്നുണ്ട്. വലിയ വാണിജ്യ ഇടപാടുകൾ അമേരിക്കയുമായി തുടരാൻ റഷ്യയ്ക്ക് താൽപ്പര്യമുണ്ട്. അക്കാര്യത്തിൽ യുഎസിനും അനുകൂല നിലപാടാണ് ഉള്ളത്. പുത്തൻ വാണിജ്യ കരാറുകൾ ഇരു രാജ്യങ്ങളെയും സമ്പന്നമാക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ട്രംപ് സംസാരിച്ചു. യുക്രൈന്റെ സാമ്പത്തിക പുരോഗതിക്ക് സമാധാന ചർച്ചകൾ പ്രയോജനം ചെയ്യുമെന്നും ട്രംപ് കുറിപ്പിൽ അഭിപ്രായപ്പെടുന്നു. യുക്രൈനുമായുള്ള അപൂർവ ധാതുക്കളുടെ പങ്കുവെപ്പ് സംബന്ധിച്ച കരാർ അമേരിക്ക ഒപ്പുവച്ചിരുന്നു. ധാതുക്കളുടെ ഖനനത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ പകുതി യുക്രൈന്റെ പുനർനിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തണമെന്നാണ് കരാറിലെ വ്യവസ്ഥ. യുദ്ധം അവസാനിപ്പിക്കുന്നതോടെ യുക്രൈനും റഷ്യയുമായുള്ള വാണിജ്യ ബന്ധങ്ങൾ ശക്തമാക്കുക എന്ന ലക്ഷ്യമാണ് അമേരിക്കയ്ക്കുള്ളത്. വിവിധ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും വത്തിക്കാനും സമാധാന നീക്കങ്ങൾക്ക് പിന്തുണ അറിയിച്ചതായും ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. യുക്രൈൻ യുദ്ധം 3 വർഷത്തിന് ശേഷം സമാധാനത്തിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളാണ് സാഹചര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സെലബിയുടെ സുരക്ഷാ ക്ലിയറൻസ് പിൻവലിച്ച നടപടിയിൽ നിർണായക നിരീക്ഷണവുമായി ഡൽഹി ഹൈക്കോടതി. സുരക്ഷ ഉറപ്പാക്കുന്നതാണ് പിന്നീട് ഖേദിക്കുന്നതിനേക്കാൾ നല്ലതെന്ന നിരീക്ഷണമാണ് കോടതി നടത്തിയത്. സെലബി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഡൽഹി ഹൈക്കോടതിയുടെ പരാമർശം. 3700-ലേറെ ജീവനക്കാരുണ്ട് സെലബിയിൽ എന്നാണ് മാനേജ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന സുപ്രധാന വിഷയം. ഇവരുടെ ജീവിതോപാധി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ചതോടെ ഉണ്ടായിരിക്കുന്നത്. അക്കാര്യം കൊണ്ട് തന്നെ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. കേസ് പരിഗണനയ്ക്കെടുത്ത വേളയിലാണ് കോടതിയുടെ വാക്കാൽ പരാമർശമുണ്ടായത്. സുരക്ഷ ഉറപ്പാക്കുന്നതാണ് പിന്നീട് ഖേദിക്കുന്നതിനേക്കാൾ ഭേദമെന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സെലബിയുടെ ക്ലിയറൻസ് റദ്ദാക്കിയത്. ഭാരതത്തിനെതിരെ പ്രയോഗിക്കാൻ പാകിസ്ഥാന് ഡ്രോണുകൾ നൽകിയ തുർക്കി കമ്പനിയുമായുള്ള ബന്ധം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമായി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി കണ്ടെത്തിയിരുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതുമായ വിഷയങ്ങളിൽ ക്ലിയറൻസ് പിൻവലിക്കാറുണ്ട്. എന്നാൽ സെലബിക്കെതിരെ എടുത്ത നടപടിയിൽ രാജ്യസുരക്ഷയാണ് വിഷയമാക്കിയിരിക്കുന്നത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്ലിയറൻസ് റദ്ദാക്കപ്പെട്ടതിൽ കോടതിയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നതുകൂടിയാണ് പരാമർശം. ന്യൂസ് ഡെസ്ക്, ജനം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണം പിടിച്ചെടുത്ത സംഭവത്തിൽ എഫ്ഐആർ വൈകുന്നതിനെ വിമർശിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണെന്ന് അറിയാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ജഡ്ജിമാരെ വിചാരണ ചെയ്യുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമെന്ന സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ശക്തവും സുതാര്യവുമായ നിയമ സംവിധാനം അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുത്ത സംഭവത്തിൽ എഫ്ഐആർ വൈകുന്നതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഉപരാഷ്ട്രപതിയുടെ പ്രതികരണം. അനധികൃത പണമിടപാട്, അതിന്റെ ഉറവിടം, പണം നീതിന്യായ വ്യവസ്ഥയെ മലിനമാക്കിയോ എന്നറിയാനും കേസിലെ വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജഡ്ജിമാരെ വിചാരണ ചെയ്യുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമാണെന്ന സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചെന്നും ജഗ്ദീപ് ധൻഖർ കൂട്ടിച്ചേർത്തു. Being integral part of this institution that has defined what we are today and that defines what our democracy is today. This issue for which people are waiting with bated breath. The money trail, its source, its purpose, did it pollute the judicial system? Who are the bigger sharks? We need to find out. Already 2 months have gone by. വിഷയത്തിൽ കോടതിയുടെ അന്വേഷണ സമിതിക്ക് പുറമെ ശാസ്ത്രീയവും സമഗ്രവുമായ അന്വേഷണം നടക്കണമെന്നും ഡൽഹിയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിനിടെ ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. എക്സിക്യൂട്ടീവിന്റെ അധികാര പരിധിയിൽ കടന്നുകയറി ജുഡീഷ്യറി സൂപ്പർ പാർലമെന്റ് ആകരുതെന്ന് നേരത്തെ ഉപരാഷ്ട്രപതി വിമർശിച്ചിരുന്നു. ജനം, ഡൽഹി. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.